PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് എടുക്കുന്നത്. യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു ഗലി മീ മേം രഹ്താ ഹൂ. ഇത് മിസ്ര ഗാലിബ് എഴുതിയ അയാളുടെ ഡയറിയാണ്. ആ ഡയറിയുടെ പേരാണ് ദസ് തംബു എന്ന് പറയുന്ന ഡയറിയിൽ നിന്ന് മിസ്ര ഗാലിബ് എഴുതി. ആ ദസ് തംബു എന്ന് പറഞ്ഞ ഡയറിയിലെ മിസ്ര ഗാലിബ് എഴുതിയ ഒരു ഭാഗത്തിന് ആരാണ് അനുവാദം ചെയ്തത്? ഡോക്ടർ കൈലാഷ് നാരദാണ്. ഡോക്ടർ കൈലാഷ് നാരദ് അതിനെ ആ ഉറുദുവിൽ നിന്ന് അതെടുത്ത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അല്ലെ. 1857 ബ്രിട്ടീഷുകാര് തുടങ്ങി വെച്ച ആക്രമണങ്ങള്, അവര് ഇവിടെ ജനകീയ പ്രക്ഷോഭം തുടങ്ങിയപ്പോ അതിനടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ അവിടെ കണ്ടവരെ എല്ലാവരെയും ബ്രിട്ടീഷുകാർ കൊല്ലുകയാണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ കൊന്ന അവരെ ബ്രിട്ടീഷുകാരെല്ലാവരെയും കൊല്ലാൻ തുടങ്ങിയപ്പോ അവർ പേടിച്ചിട്ട് ജീവനും കൊണ്ട് കുറെ പേര് ഓടിപ്പോയി. ദില്ലിയിൽ നിന്ന് ഡൽഹിയിലത്തെ അവസ്ഥ മാത്രമേ വിളിക്കുന്ന അയാൾ താമസിക്കുന്ന തെരുവ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ തെരുവിൽ നിന്ന് ഡൽഹിയിലാണ് മിസ്ര ഗാലിബ് ജീവിച്ചത്. അവിടെ നിന്ന് ആളുകൾ ഓടുകയാണ്, പലായനം ചെയ്തു. അവരവിടുന്ന് ജീവനും കൊണ്ട് ഓടി. പക്ഷെ കുറച്ചു പേര് അവിടെ ബാക്കി ഉണ്ടായിരുന്നു. ഇവരുടെ തെരുവില് ആകെ 10-12 വീട്ടുകാരും കൂടി ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തു. അവരുടെ തെരുവിന്റെ വാതിൽ അടച്ച് അവർ അകത്തിരിക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അവസാനിച്ചു. വെള്ളം പോലും ഇല്ല, വെള്ളവും അവസാനിച്ചു. അവസാനം എന്താണ്ടായേ? ആ പത്തറിനെ അവർ എന്ത് ചെയ്തു? അവിടുന്ന് മാറ്റി അവര് ഗലിയുടെ തെരുവിന്റെ വാതിൽ തുറന്നിട്ടു. അവര് പുറത്തേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടിട്ടാ? വെള്ളം അന്വേഷിച്ചാണ്. അങ്ങനെ വെള്ളം അന്വേഷിച്ച് കുടങ്ങളും എടുത്ത് അവര് വെള്ളത്തിന് പോയപ്പോ വെള്ളം കിട്ടിയോ? അവർക്ക് കിട്ടിയ വെള്ളം കുറെ അന്വേഷിച്ച് നടന്നു. ഒരു സ്ഥലത്തും പ്യൂർ വാട്ടർ ഇല്ല. അവസാനം അവർക്ക് കിട്ടിയത് വെടിയുപ്പ് കലർന്ന ഷോറ്, ആ വെടിമരുന്ന് ഉണ്ടാക്കുന്ന ആ വെള്ളമാണ് കിട്ടിയത്. എന്നിട്ടും അവര് പറയണം ആ വെള്ളം അവര് കുടിച്ചു. കാരണം നിവർത്തിയില്ല. ഒരു തുള്ളി വെള്ളം നമ്മൾ ആദ്യം കുടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ടേസ്റ്റിലാണ്. പക്ഷെ കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ, വെള്ളം കിട്ടാണ്ട് തൊണ്ട വരണ്ടാൽ കിട്ടുന്ന വെള്ളം നമ്മളോട് കുടിച്ചു പോകും. അറിയാം അല്ലെ? അറിയാം അത് മോശമാണ്, ചീത്തയാണ്, അതിന് ബദ്ബുവാണ്, ദുർഗന്ധം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അത് പോയിസൺ ആണ്, വിഷമാണ് എന്ന് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവരത് കുടിക്കുകയാണ്. അപ്പൊ ഇവിടെ മിസ്ര ഗാലിബ് പറയാണ് അത് വെള്ളമായിട്ടല്ല, ജയ്സെ മൗത്ത് പീ രഹാ ഹൈ, മൗത്തിനെ, മരണത്തിനെ, കാരണം വിഷാംശമുള്ള വെള്ളമാണ് കുടിക്കുന്നത് അല്ലെ. മരണത്തിനെ കുടിക്കുന്നത് പോലെയാണ്. മരണത്തിന് അവർ സ്വയം മരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ വെള്ളം കുടിക്കുമ്പോൾ അവർക്കറിയാം അത് പോയിസൺസ് ആണ്, വിഷാംശമുള്ളതാണ് എന്ന്. അപ്പൊ ഇനി അടുത്ത ഭാഗം നോക്കാം. ഒരു ദിവസം എന്ത് സംഭവിച്ചു? ബർസാത്ത്, മഴ പെയ്യാം. അപ്പൊ വെള്ളം കിട്ടാനില്ല. ആ സമയത്താണ് ഒരു ദിവസം മഴ പെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ വീടുകളിൽ ചെയ്യും അല്ലെ. മഴ പെയ്യുമ്പോ ബക്കറ്റൊക്കെ വെച്ച് വെള്ളം പിടിക്കുക അല്ലേ. അപ്പോ ഇവിടെ പക്ഷെ അവർക്ക് അങ്ങനെ വീടുകളില് ഇതൊന്നും ഇല്ല, എന്ന് വെച്ചാൽ പൈപ്പ് പോലെ ഒന്നുമില്ല വെള്ളം വരാനായിട്ട്. നമ്മൾ മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടാക്കിയ മഴവെള്ളം അതിൽ കൂടെ നമ്മൾ കെറ്റിലേക്കൊക്കെ ആക്കുന്നില്ലേ, അതുപോലെ ഇവിടെ മഴവെള്ള സംഭരണിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പല്ല. വെറുതെ തുറസായ സ്ഥലത്ത് മഴ പെയ്യാണ്. എങ്ങനെ വെള്ളം പിടിക്കും? നമ്മൾ മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് വെള്ളം ഒരു കുടത്തിൽ പിടിച്ചാൽ വെള്ളം കുടത്തിലുണ്ടാവോ? മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളം കിട്ടില്ല. കാരണം ആ വീഴുന്ന കുറച്ച് വെള്ളം നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലെ. ഓരോ തുള്ളി ഇങ്ങനെ വീഴുന്നത്. അതിനവരൊരു എളുപ്പ വഴി കണ്ടു. അവരെന്താ ചെയ്യുന്നറിയാം? ധാരാളം പാനി ബർസ, വെള്ളം വീഴാൻ തുടങ്ങി. വെച്ചാൽ വെള്ളം നന്നായിട്ട് വർഷിക്കാൻ തുടങ്ങി. വെച്ചാൽ നല്ല മഴ, നല്ല ശക്തിയായിട്ടുള്ള മഴയിലെ വെള്ളം നന്നായിട്ട് വീഴും. അവരെന്ത് ചെയ്തു? വെള്ളം പിടിക്കാൻ ഒരു വഴിയില്ല. വെള്ളം അവർക്ക് കുടിക്കാൻ വെള്ളം വേണം. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ചാദർ ബാന്തി, ഒരു പുതപ്പെടുത്ത് വലിച്ചു കെട്ടി. അപ്പൊ ഇതിങ്ങനെ ഒരു കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ പുതപ്പ് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ വീഴുന്ന വെള്ളമൊക്കെ പുതപ്പിലേക്കല്ലേ വീഴുന്നത്. അവിടത്തെ സ്ഥലം ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് വന്ന് ചാടിക്കാനല്ല. അവര് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു പുതപ്പ് വലിച്ചു കെട്ടി, ബാന്തിന ടൈപ്പ് ചെയ്തു കെട്ടി.
और एक मटका मटका കുടം ഒരു കുടം എന്ത് ചെയ്തു ഉസ്കെ നീച്ചെ രഖ് ദിയ അതിന്റെ താഴെ നോക്കിയാൽ നമ്മളിങ്ങനെ പുതപ്പ് വലിച്ചു കെട്ടുമ്പോ നടുക്കേക്ക് കുടി പോലെയാവില്ലേ ആ നടുക്ക് കൊണ്ടുവന്നിട്ട് ഒരു കുടം വെച്ചു എന്ന് വെച്ചാൽ ഇത്രയും സ്ഥലത്ത് ഇത്രയും വലിയൊരു പുതപ്പ് കെട്ടി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആ സർഫസിലേക്ക് വീഴുന്ന വെള്ളം മുഴുവൻ ആ പുതപ്പിലേക്കാണ് അല്ലെ. അപ്പൊ ആ പുതപ്പിൽ നിന്ന് നേരെ താഴേക്കല്ല അത് അരിച്ച് താഴെ ഒരു കുടം വെച്ചാൽ ആ താഴേക്ക് ഇങ്ങോട്ട് വീഴും. एक मटका उसके नीचे रख दिया वह पानी ही आ വെള്ളമാണ് उस वक्त हमारे लिए सबसे बड़ी दौलत थी दौलत സമ്പത്ത്. നമ്മൾ ഓരോ സമയത്ത് നമുക്ക് ഓരോന്നാണ് സമ്പത്ത് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് നമ്മുടെ സമ്പത്ത് അല്ലേ. നമ്മൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല, പൈസ സ്വന്തതല്ല. നമുക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ല, ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് ഒരു പിടി അരി കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നത് അതാണ് നമ്മുടെ അന്നത്തെ സമ്പത്ത് എന്ന് വെച്ചാൽ അന്നത്തെ നമ്മുടെ. അപ്പൊ ഇവരുടെ അന്നത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ അവരുടെ ആവശ്യം വെള്ളമായിരുന്നു. അതുകൊണ്ട് ആ കിട്ടിയ വെള്ളം ആ പുതപ്പിൽ നിന്ന് അരിച്ചിങ്ങോട്ട് വെള്ളം കൊണ്ട് ഇറങ്ങുകയാണ്. അപ്പൊ അതിൽ അഴുക്കുകൾ ഉണ്ടാകില്ല അല്ലെ. കാരണം പുതപ്പിൽ അഴുക്കുകൾ വലുതുണ്ടെങ്കിൽ പുതപ്പിൽ തടഞ്ഞോളും. എന്നിട്ട് വെള്ളം അരിച്ചാണ് കുടക്കിലേക്ക് ഇറങ്ങണത്. അപ്പൊ അവര് അത് ഉപയോഗിക്കാൻ തുടങ്ങി, കുടിക്കാനായിട്ട് കുറെ ദിവസത്തേക്ക് അതുണ്ടായി. वह पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. ഏറ്റവും വലിയ ദൗലത്ത് അതായിരുന്നു എന്ന്, ഏറ്റവും വലിയ സമ്പത്ത് ആ വെള്ളമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി ഒരു സംഭവം ഉണ്ടാകും. ഇനി ഓരോ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ ഷോർട്ട് പാരഗ്രാഫ് ആയിട്ട് പഠിക്കണം. കാരണം നമുക്ക് അന്നത്തെ ഡയറി ആയിട്ട് വരാം, അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് ഘടന വിവരിക്കാനായിട്ട് വരും. അപ്പോ ഇവിടെ സംഭവം തുടങ്ങുന്നത് അസ്ലി മുസീബത്ത്. അസ്ലി വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള മുസീബത്ത് അപകടം. യഥാർത്ഥത്തിൽ അപകടം തുടങ്ങിയത് 5 അക്ടോബർ. എന്താ തുടങ്ങിയത്? അക്ടോബർ എന്ന് വെച്ചാൽ ഒക്ടോബർ. മാസങ്ങളുടെ പേരുകൾ അറിയില്ലേ? 5 അക്ടോബറിലാണ്. ഒക്ടോബർ 5-ാം തീയതി 1857 ആയി. അപ്പൊ ആദ്യത്തെ അവർ പറഞ്ഞ് ഇത്രയും നേരം ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായി അല്ലെ. ഭക്ഷണം ഇല്ലാണ്ടായി, ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ലാണ്ടായി. ഇപ്പൊ വെള്ളത്തിന്റെ കാര്യം ഇത്തിരി ശമനമായ കാരണം മഴ പെയ്ത് കുറച്ച് വെള്ളം കിട്ടി അല്ലെ. പക്ഷെ യഥാർത്ഥത്തിലുള്ള അവരുടെ അപകടം തുടങ്ങിയത് 1857. 1857 സംഭവം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ പറഞ്ഞതാണ്. 1857 ജനകീയ പ്രക്ഷോഭം തുടങ്ങി. ആ ജനകീയ പ്രക്ഷോഭത്തിന് അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാര് ആക്രമണങ്ങൾ തുടങ്ങി. അപ്പോ കൊല്ലങ്ങളൊന്നും കഴിയുന്നില്ല കേട്ടോ. ആ കൊല്ലം തന്നെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. 1857 ഒക്ടോബർ 5-ാം തീയതി സംഭവം ഉണ്ടായി. ഇനി ആ സംഭവം എന്താന്ന് നോക്കാം. അപ്പൊ ആ സംഭവത്തിന്റെ ഡേറ്റ് ഓർമ്മയില്ലേ? ഇനി ആ സംഭവം എന്താണെന്ന് വിവരിക്കാൻ കിട്ടണം കേട്ടോ. നാളെ എല്ലാരും പഠിക്കണം. असली मुसीबत 5 अक्टूबर 1857 में को आई जब कुछ अंग्रेज എന്താണെന്നുണ്ടായിച്ചാ कुछ अंग्रेज ബ്രിട്ടീഷുകാര് മേരെ ഘർ നമ്മൾ പറഞ്ഞ നേരത്തെ ഗോര പറഞ്ഞു ഇല്ലേ. ഗോരോമാരാ വൈറ്റ് പീപ്പിൾ. വൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇംഗ്ലീഷുകാര്, ബ്രിട്ടീഷുകാര് തന്നെയാണ്. ഇവിടെ അംഗ്രേസ് എന്ന് പറയുന്നതും ഇംഗ്ലീഷുകാര് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാര്. അംഗ്രേസ് മേരെ ഘർ മേ ഗുസായേ കടന്നു വന്നു. അപ്പൊ ഓരോ സ്ഥലത്തും അവർ വീടുകളിൽ കയറി ആളുകളെ കൊല്ലുക, ആ വീടൊക്കെ കത്തിക്കുകയാണ്. അങ്ങനെ അവസാനം 5-ാം തീയതി ഒക്ടോബർ 5-ാം തീയതി ആയപ്പോ മിസ്ര ഗാലിബിന്റെ വീട്ടിലേക്ക് എത്തി. മേരെ ഘർ മേ ഗുസായി ഉൻഹോനെ മേരെ സാത്ത് മേരെ ദോനും. അവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? മേരെ സാത്ത് എന്റെ കൂടെ, എന്നെയും കൊണ്ടുപോയി. ഇനി എന്റെ കൂടെ ആരൊക്കെയാണ്? മേരെ സാത്ത് മേരെ ദോനോ ബച്ചേ, 2 മക്കളുണ്ടായിരുന്നു. അവരെ 2 പേരെയും ആ നൗക്കറും പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള നൗക്കർ വേലക്കാരെ സെർവൻസിനെയും കൊണ്ടുപോയി. കെ സാഥി അതിന്റെ കൂടെ പിന്നെയും കൊണ്ടുപോയി. കുച്ച് പഡോസിയും, ഞങ്ങളുടെ വീട്ടിലുള്ളവര് മാത്രമല്ല അയൽപ്പക്കത്തുള്ളവര്, പഡോസിയും ഞങ്ങളുടെ നൈബേഴ്സിനെ അയൽപ്പക്കത്തുള്ളവരെ കോബി ഗിരഫ്താർ കറിയ. ഗിരഫ്താർ കർണ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്നാ ഡേറ്റ്? 1857 में 5 अक्टूबर में क्या हुआ? अंग्रेजों ने आकर आगे वന്നത് मिस्रा गालिब के घर में आकर मिस्रा गालिब को उसका दोनों बेटों 2 മക്കളെ പിന്നെ നൗക്കർ പിന്നെ പഡോസിയും
ഇവരെല്ലാവരെയും ഗിരഫ്താർ കറിയ. കിട്ടിയില്ലേ സംഭവം പറയാനായിട്ട്? സംഭവം മോഡലിൽ പറയണം കേട്ടോ. ടെക്സ്റ്റ് ഫുള്ള് ബൈഹാർട്ട് ചെയ്യല്ല, സംഭവം പറയാൻ കിട്ടണം. എന്താണ്? 5 अक्टूबर 1857 में अंग्रेजों ने आकर मिस्र गालिब, उसके दोनों बेटों, उसके नौकरों, उसके पड़ोसियों ഇവരെല്ലാവരെയും കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് ചെയ്ത് ഗിരഫ്താർ കറിയ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വഹാം സെ കുച്ച് ദൂരി पर, वहां से അവിടെ നിന്ന് കുറച്ച് ദൂരി पर, കുറച്ച് അകലെ കേണൽ ബ്രൗൺ नाम का एक अंग्रेज अफसर था. अफसर എന്ന് പറഞ്ഞാൽ ഓഫീസർ. ആരാണ് അന്നത്തെ ഓഫീസർ ഉണ്ടായിരുന്നത്? കേണൽ ബ്രൗൺ ആണ്. नाम का एक अंग्रेज अफसर था. ഒരു ബ്രിട്ടീഷ് ഓഫീസർ ആയിരുന്നു. ആര്? കേണൽ ബ്രൗൺ. കേട്ടില്ലേ കേണൽ ബ്രൗൺ? നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കേണൽ ബ്രൗൺ എന്താ ചെയ്തത്? അന്ന് കേണൽ ബ്രൗൺ ആയിരുന്നു അവിടെ അവന്റെ അടുത്ത് ഉള്ളത്. ആ കേണൽ ബ്രൗണിന്റെ അവിടേക്കാണ് കൊണ്ടുപോയത്. ഗിരഫ്താർ കിയേ ഗയേ ലോഗ് ഏക് ഏക് കർ ഉസ്കെ സാമനെ, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്ന് അവിടെ കേണൽ ബ്രൗണിന്റെ വീട്ടിൽ കൊണ്ടുവരാണ്. കേണൽ ബ്രൗൺ ഇനി ഓരോരുത്തരും എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഓരോരുത്തരെയായിട്ട് ഗിരഫ്താർ കിയേ ഗയേ ലോഗ് ഏക് ഏക് കർ ഉസ്കെ സാമനെ പേഷ് കിയാ ജാ രഹാ ഹൈ. പേഷ് കിയാ പ്രസന്റ് ചെയ്യാം, ഹാജരാകാം. അവരെ ഓരോരുത്തരെയായിട്ട് ഹാജരാക്കുകയായിരുന്നു. ബ്രൗൺ കാ ചേഹര സുർഖത. ഇനി ബ്രൗണിനെ കുറിച്ച് പറയാണ്. ആരാ ബ്രൗൺ? കേണൽ ബ്രൗൺ. അയാളുടെ ചരിത്ര വിശേഷതായം എഴുതാൻ പറഞ്ഞ ഈ ലൈനുകൾ പഠിക്കണം കേട്ടോ. എന്താണ് കേണൽ ബ്രൗണിനെ കുറിച്ച് പറയുന്നത്? കേണൽ ബ്രൗണിന്റെ ചേഹര മുഖം അങ്ങോട്ട് സുർഖത. സുർക്ക് എന്താ? സുർക്ക് ചുവന്ന്, റെഡിഷ് കളർ, നല്ല റെഡ് കളർ. ആങ്കോ മേ ബി ലാൽ ലാൽ കി, അതെന്നെയാണ് ലാൽ ലാൽ, റെഡ് കളറ്. കണ്ണും നല്ല ചുവന്ന, അതിന്റെ മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്നു. നല്ല വെള്ളക്കാരനാണ്, ഒന്ന് ഇമാജിൻ ചെയ്യാം അല്ലെ. വെള്ളക്കാരന്റെ മുഖമൊക്കെ നല്ല ചുവന്നിരിക്കുകയാണ്. ഇനി അതിന്റെ കണ്ണുകളാണെങ്കിലും ചുവന്നിരിക്കുന്നു. ഉസ്കി ഊഞ്ചായി, ഇനി അതിന്റെ പൊക്കം എത്ര പൊക്കണ്ട്? 4 ഫുട്ട് സേ, ചഹ് 6 ഫുട്ട്, 6 അടി ഉയരമുള്ള ആളാണ്. സെബി ജ്യാദാ ഹൈ, അതിനേക്കാൾ കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ 6 അടിയേക്കാളും കൂടുതൽ. നമ്മൾ സാധാരണ 6 അടി എന്ന് വെച്ചാൽ നല്ല പൊക്കാണ് അല്ലെ. 6 അടിയേക്കാൾ അധികം വെച്ചാൽ നല്ല ഉയരത്തിലുള്ള മനുഷ്യൻ. ഉസ്നെ മുജിസെ പൂച്ച. അങ്ങനെ ഓരോരുത്തരെ വന്ന് വിളിച്ച് കാണുകയാണ് കേണൽ ബ്രൗൺ. അങ്ങനെ ആരുടെ ഊഴമെത്തി? മിസ്ര ഗാലിബിനെ വിളിച്ചു. മിസ്ര ഗാലിബ് വന്നപ്പോ അവിടെ ഒരു സംഭാഷണം എഴുതാനുണ്ടാവും കേട്ടോ. ഒരു സംഭാഷണം നമുക്ക് എഴുതാൻ കിട്ടണം. മിസ്ര ഗാലിബും കേണൽ ബ്രൗണും തമ്മിൽ. എന്താ സംഭാഷണം നോക്കാം. കുറച്ച് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഉസ്കെ ആപ് ക്യാ കർത്തെ ഹേ, ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? ആപ് ക്യാ കർത്തെ ഹേ, എന്താ നീ ചെയ്യണേ? ഇപ്പൊ എന്താ ചെയ്യണേന്നല്ല, എന്താ ചെയ്യുന്ന വെച്ചാൽ എന്താണ് നിന്റെ ജോലി? മേനെ കഹാ. അപ്പൊ മിസ്ര ഗാലിബ് പറഞ്ഞു, എന്താണ് മിസ്ര? ഉറുദു മേ കവിത ലിഖ്താഹു, ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ ജോലി എന്താ? ഉറുദുവിൽ കവിത എഴുതുകയാണ്. ഉറുദു ഭാഷയിലെ കവിത എഴുതലാണ് എന്റെ ജോലി എന്ന്. ഇത് കേട്ട വഴിക്ക് കേണൽ ബ്രൗണിന് ഭയങ്കരതായി. കേണൽ ബ്രൗൺ ചോദിക്കുന്നത്, തോത്തും പോയറ്റ് ഹോ, അപ്പൊ നീ പോയറ്റ് ആണല്ലേ, ഒരു കവിയാണ് അല്ലേ? ഉസ്നെ കഹാ, അവൻ ചോദിക്കാണ് നീ ഒരു കവിയാണ് അല്ലേ എന്ന്. മേനെ സിർ ഹിലാക്കർ, സിർ തല, ഹിലാക്കർ ആട്ടിക്കൊണ്ട്, ഹമീബൻ സമ്മതിച്ചു. തലയാട്ടിക്കൊണ്ട്, ഞാൻ ഒന്നും മിണ്ടാതായില്ല, തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു ഹാം. തലയാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഹാം, ഞാൻ പോയിട്ട് തന്നെയാണ്. മേരെ ജവാബ് സേ, ഈ ഉത്തരം കേട്ട വഴിക്ക് എന്താ ഉത്തരം പറഞ്ഞത്? പോയറ്റ് ആണെന്നല്ലേ, ഒരു പോയറ്റ് ആണെന്ന് കേട്ട വഴിക്ക് ബ്രൗൺ ഖുഷി ഹുയി, സന്തോഷം. കേണൽ ബ്രൗണിന് ഭയങ്കര സന്തോഷം ഒരു കവിയെ കണ്ടപ്പോ. ഉസ്നെ അപ്നെ സിപ്പായിയോം സേ, അവനവന്റെ സിപ്പായിയോം സോൾജേഴ്സിനോട് എന്താവശ്യപ്പെട്ടു? ഹുക്കുംദിന, ആദേശം കൊടുത്തു, ഓർഡർ ചെയ്തു, അവരോട് ആജ്ഞാപിച്ചു. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോഡ് ആവോ. ഇസ്സത്ത് എന്താ? ബഹുമാനത്തോട്, റെസ്പെക്ടോടി, വിത്ത് റെസ്പെക്ട് അവൻ എന്ത് ചെയ്യാനായിട്ട്? ഘർ വാപ്പസ് ചോടാവോ, വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ. അയാൾ ഒന്നും ചെയ്യരുത്, അയാൾ ഒരു കവിയാണ്, അതുകൊണ്ട് അയാൾക്ക് അർഹതയുള്ള രീതിയിൽ വളരെ ബഹുമാനത്തോടുകൂടി അയാളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. മിസ്ര ഗാലിബിന്റെ കാര്യം രക്ഷയായി. പക്ഷെ മിസ്ര ഗാലിബ് അവിടുന്ന് പോരുകയല്ല ചെയ്തത്. എന്താ മിസ്ര ഗാലിബ് ചെയ്തത് നോക്കാം.
എല്ലാവരെയും അവിടെ ഇട്ടിരിക്കുകയാണ്. മിസ്ര ഗാലിബിനോട് മാത്രം പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ മിസ്ര ഗാലിബ് എന്ത് ചെയ്തു? മേനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയാ. കേണൽ ബ്രൗണിന്റെ അടുത്തൊരു നിവേദനം വെച്ചു. മിസ്ര ഗാലിബിനോട് പൊക്കോളാൻ പറഞ്ഞു. മിസ്ര ഗാലിബിന് എനിക്ക് ഇഷ്ടമായി, കാരണം അതൊരു പോയിന്റ് ആയതുകൊണ്ട്. അപ്പൊ മിസ്ര ഗാലിബ് ഒരു നിവേദനം വെക്കുകയാണ്. മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ പഡോസി, എന്റെ കൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പഡോസികളില്ലേ, എന്റെ കൂടെ വന്ന എന്റെ അയൽപ്പക്കാരില്ലേ, അവരെല്ലാവരും എന്താണ്? ബേഹദ് സീദേ സാദേ ലോഗ് ഹൈ. ബേഹദ് വളരെയധികം സീദേ സാദേ ലോഗ് ഹൈ. സീദേ സാദേ അവര് സാധാരണക്കാരായ ആളുകളാണ്, അവരെ ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞു. അവര് സീദേ സാദേ ലോഗ് ഹൈ, ഉൻഹേ ഭി റിഹാ കർ ദിയേ ജായേ. അവരെയും എന്താണ്? റിഹാ കർണ റിലീസ് ചെയ്യി, അവരെയും കൂടി ഒന്ന് മോചിപ്പിക്കും. എന്റെ കൂടെ വന്ന ആളുകളിലെ അവര് സാധാരണക്കാരായ പാവം ജനങ്ങളാണ്, അവരെയും കൂടി ഒന്ന് മോചിപ്പിച്ചൂടെ, അവരെവിടെ പിടിച്ചിടല്ലേ എന്ന് പറയാണ്. കേണലിനെ ഉൻകോബി ഗർ ജാനെ കാ ഇജാസത്ത് ദേ ദിയ. അങ്ങനെ കേണൽ ബ്രൗണ് മിസ്ര ഗാലിബിന് അത്രയും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മിസ്ര ഗാലിബ് പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ അവരെയും ഗർ ജാനേക്ക് ഇജാസത്ത് ദിയ. ഇജാസത്ത് ദേന പെർമിഷൻ, അനുവാദം കൊടുക്കുകയാണ്. ഇസ് തര കവിത കെ കാരൻ. അങ്ങനെ കവിതയുടെ പേരില്, കവിത എഴുതുന്ന ഒരാളെന്നുള്ള പേരില് ഉസ് റോസ് അന്ന് ഗരീബ് ഏകദേശം 50 ആദ്മിയോം കെ ജാനേം ബച്ച് ദിയ. 50 ആളുകളുടെ ജാൻ ബച്ചാദിയ, ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്ന്. അപ്പോ അന്നത്തെ ഒരു സംഭവം എല്ലാവർക്കും പറയാൻ കിട്ടണം. അപ്പൊ ഇവിടെ നമ്മുടെ ആ സംഭവം അവസാനിക്കാണ്. എന്താണ് ആ സംഭവം എന്ന് കൂടി പറയാം. എന്താണ്, എന്നായിരുന്നു ഡേറ്റ്? 5. അപ്പൊ ഇന്നത്തെ ദിവസം പഠിക്കാനുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങി 5 ഒക്ടോബറിലാണ് 1857 ആര് വന്നത്? അംഗ്രേസ് വന്നു. ആരുടെ വീട്ടിലേക്ക്? मिस्रा गालिब के घर आकर आने का अरेस्ट ചെയ്തുകൊണ്ടുപോയി. मिस्रा गालिब और उसके दोनों बेटे, फिर उसके घर के नौकर वेलकारे और उसके पड़ोसियों को गिरफ्तार कर दिया. और वहां जाने पर मिस्रा गालिब को क्या पूछा उसने? तुम क्या करता हो, तुम्हारा क्या काम क्या है? आदि ने मिस्रा गालिब क्या जवाब दिया? उसने कहा कि मैं तो उर्दू में कविता लिखता हूँ. यह सुनने पर കേണൽ ബ്രൗൺ को बहुत खुशी हुआ. കാരണം എന്താ? പോയറ്റ് ആണ് അല്ലേ? അപ്പൊ ചോദിക്കണേ, തും പോയറ്റ് ഹോ? അതുകൊണ്ട് എന്ത് ചെയ്താ പറഞ്ഞു? പോയറ്റ് ആയതിന്റെ പേര് ഹാം എന്ന് പറഞ്ഞ വഴിക്ക് പോയറ്റ് ആണ് എന്നുള്ള പേരിൽ അവൻ അപ്പൊ തന്നെ വെറുതെ വിടുകയാണ് ചെയ്തത് അല്ലേ? അവനെ എന്താ പറഞ്ഞത്? इनको इज्जत के साथ घर वापस छोड़ा. उसके सिपाहियों से ऑर्डर किया, हुक्म दिया कि എന്താ അവനോട് ഓർഡർ ചെയ്തത്? उसको घर वापस ले जाओ. അതും इज्जत के साथ, അയാളെ ബഹുമാനപൂർവ്വം വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ. ആ സമയത്ത് मिस्रा गालिब उसके पड़ोसियों के लिए एक निवेदन किया. കേണൽ ബ്രൗൺ के सामने एक निवेदन किया और കേണൽ ബ്രൗൺ അവരെയും വിടുകയാണ് ചെയ്തത്. അങ്ങനെ 50 ആളുകള് അന്നത്തെ ദിവസം ആ കവിതയുടെ പേരും പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ സംഭവത്തോട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത്